ഹലോ നമസ്കാരം. ന്യൂ ബോൺ മദേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ തൻ്റെ കുട്ടിക്ക് ആവശ്യത്തിന് പാല് കിട്ടുന്നു എന്നുള്ളത്. ആ ടെൻഷൻ ഒരു പരിധി വരെ കുറയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് കുട്ടിയുടെ ബിഹേവിയർ. അതായത് ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു 3 to 4 ഡേയ്സിന് ശേഷമാണ് നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചിന്തയിൽ വരുന്നതും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതും. ആ ദിവസങ്ങൾ വരെ ആദ്യത്തെ 2-3 ദിവസമൊക്കെ കുട്ടികൾ ഫുൾ ടൈം ഉറക്കം എന്ന് പറഞ്ഞ പോലെയാവും. അപ്പോൾ അത് കഴിഞ്ഞുള്ള കാര്യമാണ്. അതായത് ബിഹേവിയർ എന്ന് പറയുമ്പം അതിനകത്ത് അവർക്കധികം പെരുമാറാനൊന്നും ആയിട്ടില്ല. പക്ഷേ നമ്മൾ നോക്കേണ്ടത് കുട്ടി ഉണർന്നിരിക്കുന്ന സമയത്ത് അലേർട്ടായിട്ട്, അതായത് അവർ എന്താ പറയുക, നമുക്ക് ഒരു ആക്റ്റീവായിട്ടുള്ളത് പോലെ എന്ന് പറയല്ലേ, അവർ കളിക്കാനൊന്നും ആയിട്ടില്ല, പക്ഷെ എന്നാലും അവർ ഒരു ഉണർവോട് കൂടി ഇരിക്കുന്നു എന്നുള്ളത്. ഉണർന്നിരിക്കുന്ന സമയത്ത് ഉണർവോട് കൂടി ഇരിക്കുന്നു. പിന്നെ പാല് കുടിച്ചു കഴിഞ്ഞാൽ അവരൊരു കുറച്ച് സമയത്തേനെങ്കിലും അവർ ഒന്ന് ശാന്തമാകുക. ചില കുട്ടികൾ ഉറങ്ങും, ചില കുട്ടികൾ ഒന്ന് ശാന്തമായിട്ട് കിടക്കും. ഉറങ്ങണം എന്ന് നിർബന്ധമില്ല, എന്നാൽ ഒന്ന് പാല് കുടിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സമാധാനമാവുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ 2 കാര്യങ്ങൾ, ഉണർന്നിരിക്കുമ്പോഴുള്ളതും പാല് കുടിച്ചു കഴിഞ്ഞാലുള്ളതും, ഈ 2 കാര്യങ്ങൾ നോക്കുക. പിന്നെ അടുത്തത് നോക്കേണ്ടത് ഇവരുടെ ഡയപ്പേഴ്സിൻ്റെ കൗണ്ടാണ് നോക്കുക. ഡയപ്പേഴ്സ് അല്ലെങ്കിൽ തുണി എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കൗണ്ട്. അതിൽ നമുക്കൊരു 6 അറ്റ്ലീസ്റ്റ് ആണ് കേട്ടോ, 6 വെറ്റ് ഡയപ്പേഴ്സ് എങ്കിലും കിട്ടണം എന്നാണ്. അതായത് കുട്ടി മൂത്രം ഒഴിക്കുന്നത് 8 തവണയെങ്കിലും അവർ മൂത്രം ഒഴിച്ചിട്ടുണ്ടാവണം എന്ന് നോക്കുക. പിന്നെ ഉള്ളത് അവരുടെ സ്റ്റൂളിൻ്റെ എണ്ണം. അതായത് അവർ സ്റ്റൂൾസ് പാസ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 3 times, 2 times അല്ലെങ്കിൽ 3 times എങ്കിലും ഉണ്ടാവണം, അത് നോക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇവരുടെ സ്റ്റൂളിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റൂളിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കുക. കുറച്ച് വാട്ടറി ആയിട്ട് കുറച്ച് ലൂസായിട്ട് തന്നെ ആവും ആ സമയത്ത് അവർക്ക് ഉണ്ടാവുക. അല്ലാതെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഡാർക്ക് കളറിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇവർക്ക് പോകുന്നുണ്ടോ നോക്കുക. അത് അവരിലെ ഡീഹൈഡ്രേഷൻ കാണിക്കുന്നതാണ്. അതായത് അവർക്ക് ആവശ്യത്തിന് പാല് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഡയപ്പറിൻ്റെ എണ്ണം നോക്കുക, ടോയ്ലറ്റിന് പൂപ്പിൻ്റെ എണ്ണം നോക്കുക, പിന്നെ ഉള്ളത് പൂപ്പിൻ്റെ നേച്ചർ നോക്കുക. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടി ജനിച്ച ആദ്യത്തെ ഒരു 2-3 ദിവസത്തിനുള്ളിലായിട്ട് കുട്ടികൾക്ക് ജനിക്കുമ്പോഴത്തേക്ക് ബർത്ത് വെയിറ്റ് ഉണ്ടാവുമല്ലോ. ആ ബർത്ത് വെയിറ്റിൽ നിന്ന് കുട്ടികൾ ഒന്ന് ബാക്കിലോട്ട് പോകും, ഒന്ന് കുറയും. പിന്നെ അതിനുശേഷം ഇവർ വീണ്ടും ആ ജനിച്ച വെയിറ്റിലോട്ട് എത്തി ഒന്നങ്ങോട്ട് പിന്നെ അങ്ങോട്ട് വെയിറ്റ് ഗെയിൻ സ്റ്റാർട്ട് ചെയ്യും. ഒരിക്കൽ വെയിറ്റ് ഗെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ വെയിറ്റ് പിന്നിലോട്ട് പോകുന്നില്ല എന്ന് നോക്കുക. അതായത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ നമുക്ക് കുറയും, അല്ലാതെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ, അതായത് ഈ ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സമയത്ത് ഇവർക്ക് വെയിറ്റ് പിന്നിലോട്ട് പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുക. അതായത് ഒരു ചെറിയ ഗ്രാം ആണെങ്കിലും വെച്ചിട്ട്, ചില കുട്ടികൾക്കൊരു 30 ഗ്രാം, ചില കുട്ടികൾക്ക് 10 ഗ്രാം ഒക്കെ വെച്ചിട്ടാവും ഓരോ ദിവസം കൂടുന്നുണ്ടാവുക. എന്നാലും വെയിറ്റ് കൂടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അതായത് കൂടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇവർക്ക് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വെയിറ്റ് ഗെയിൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ വെയിറ്റ് ഗെയിനിന് തന്നെയാണ്. അതായത് ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ വെയിറ്റ് കൂടുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, ചെറിയ ഗ്രാമുകൾ വെച്ചിട്ടാണെങ്കിൽ പോലും കുട്ടിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടാവണം, കൂടിക്കൊണ്ടേ ഇരിക്കണം, കുറയാൻ പാടില്ല. പിന്നെയുള്ളത്, കുട്ടി പാല് കുടിക്കുന്ന സമയത്ത് അവർ പാല് ഇറക്കുന്ന ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. അതായത് അവരെ ഗൾപ്പിംഗ് സൗണ്ട് എന്നൊക്കെ പറയും. അതായത് പാല് ഇറക്കുന്ന ആ ഒരു സൗണ്ടിന് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ കുട്ടി പാല് കുടിക്കുന്ന സമയത്ത് അവരുടെ ചീക്ക് ഇങ്ങനെ ഉള്ളിലോട്ടാവാറ്, ഇങ്ങനെ ചില കുട്ടികൾ പാല് കുടിക്കുമ്പം ഇങ്ങനെ പിടിക്കും. അപ്പോൾ അതായത് അവർക്ക് പാല് കിട്ടാനൊരു പ്രയാസം ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുണ്ടോ എന്ന് നോക്കുക. അവരുടെ ചീക്ക് എപ്പോഴും ഫുള്ളായിട്ടിരിക്കണം, കവളിങ്ങനെ വീർത്തിട്ട് ആണ് അവർ പാല് കുടിക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് കുട്ടിയുടെ ലിപ്സ് എപ്പോഴും ചെക്ക് ചെയ്യുക. അതായത് ലിപ്സ് ചെക്ക് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഓബ്വിയസ് ആയിട്ട് കാണുന്നതാണ്. അതായത് ഭയങ്കര ഡ്രൈ ആയിട്ട് വറ്റി വരണ്ടിങ്ങനെ വിള്ളലുകൾ പോലെ കാണുന്നത് വരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ കുട്ടിയുടെ ലിപ്സ് നോക്കാതെ അവരുടെ വായും ലിപ്സും എപ്പോഴും മോയിസ്റ്റ് ആയിരിക്കണം, നനവോട് കൂടി ഇരിക്കണം. അതായത് കുറേ നേരം ഉറങ്ങി എണീറ്റിട്ടൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ വായിക്കൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും, പക്ഷെ എന്നാലും മോസ്റ്റ് ഓഫ് ദ ടൈം അവരുടെ വായും ലിപ്സും നല്ല മോയിസ്റ്റ് ആയിട്ടുണ്ടാവണം. ആ സമയത്ത് അവരുടെ ചീക്ക് എപ്പോഴും ഫുള്ളായിട്ടിരിക്കണം. അതായത് കവിളിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടാണ് കുട്ടികൾ പാല് കുടിക്കുക. ചില കുട്ടികൾ പാല് കുടിക്കുമ്പോൾ അവരുടെ കവിള് ശ്രദ്ധിക്കണം, ഇങ്ങനെ പിടിക്കും, ഹോളോ ആക്കി വെക്കുക എന്ന് പറയും. അതായത് അവർക്ക് പാല് സക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലാണ് അവരങ്ങനെ കൂടുതൽ കാണിക്കുക, അതായത് പാല് കിട്ടാതെ വരുമ്പോൾ. അപ്പോൾ അവരുടെ കവിള് എപ്പോഴും ശ്രദ്ധിക്കുക, ചീക്സ് ഫുള്ളായിട്ടാണോ. പിന്നെ അതുപോലെ അവരുടെ ലോവർ ലിപ്പ് കുറച്ചിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടാവും അവർ പാല് കുടിക്കുക. അതായത് ഇങ്ങനെ വെച്ച് പാല് കുടിക്കുന്ന ചിലർ നമുക്ക് കാണാം, പക്ഷേ അതിനർത്ഥം അവർക്ക് ശരിക്കും ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ ചീക്ക് എന്താ പറയുക, ലോവർ ലിപ്പ് കുറച്ച് ഓപ്പൺ ആയിട്ട് താഴത്തോട്ടിരിക്കണം, അപ്പർ ലിപ്പ് റൗണ്ടഡ് ആയിട്ട് മേളിലോട്ടിരിക്കണം.
അത് ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒരു എങ്ങനെയാണ് പൊസിഷൻ ചെയ്യേണ്ടതെന്നുള്ളത് അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുക. ഇങ്ങനെ ഒരു ടെൻഷൻ നമുക്ക് വന്നാൽ തന്നെ നമുക്ക് പാല് കുറയും. ടെൻഷൻ ഭയങ്കരമായിട്ട്, സ്ട്രെസ് ഹോർമോൺസ് ഭയങ്കരമായിട്ട് പാലിൻ്റെ ഫ്ലോയെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് സന്തോഷത്തോടു കൂടി പാല് കൊടുക്കുക. അപ്പോൾ ഹാപ്പി ഹോർമോൺസ് കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ശരി.